പക്ഷേ നമ്മുടെ രാഷ്ട്രം അതിനെ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അടിക്കാന്നുള്ള രീതിയിൽ നിൽക്കുന്ന പോലെയുണ്ട്. അതെ അതെ, അത് നമ്മളടിക്കുകയും ചെയ്യും. തല പൊക്കിയാൽ അടിക്കും. നമുക്ക് നേരത്തെ മുതലേ അറിയാമല്ലോ, നമ്മളിത് ഇങ്ങനൊരു എക്സാമ്പിൾ അമേരിക്കയ്ക്ക് കൊടുക്കണമെന്ന് നമ്മളും ആഗ്രഹിച്ചിരുന്നു. അമേരിക്ക പറയുന്നില്ല, അല്ലെങ്കിൽ ന്യൂക്ലിയർ വാറിലേക്ക് പോകുമായിരുന്നു, ഞാനങ്ങോട്ട് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കിയെന്നാണല്ലോ ട്രംപ് പറയുന്നത്. താൻ കോംപ്ലിമെൻറ്റ്സ് ആക്കിയതൊന്നുമല്ല, ഞങ്ങൾ തന്നെയാണ് ഇത് ചെയ്തത്. പക്ഷേ ഈ ചെറുക്കൻ വശകേടാണ്, അവൻ്റെ വർത്തമാനം കേട്ടില്ലേ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അവൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ പ്രതിക്രിയ ഉണ്ടാകും. അവൻ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ അടി കൊടുക്കുകയും ചെയ്യും. ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ ഒന്ന് തല്ലിയെന്ന് വരും. മറ്റേ അണക്കെട്ട് ഉണ്ടാക്കിയാൽ അത് തകർക്കും എന്നൊക്കെ അതിപ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും മനസ്സിലാവുന്നുണ്ട്, ഇവർ ബോധമില്ലാത്തവർ. ഇപ്പം നമ്മൾ എക്സിസ്റ്റിംഗ് അണക്കെട്ട് ക്ലീൻ ചെയ്യുന്നു. നിർത്തിവെച്ചൊരു അണക്കെട്ടിൻ്റെ പണി പുനരാരംഭിച്ചിട്ടുണ്ട്. ഇവൻ മിസൈൽ ഇടരുതോ? ഇവന് ഞാൻ മിസൈലിടും. എന്ത് കുന്തം ഉണ്ടായിട്ടാണ്? ഇവൻ അയച്ച മിസൈലിലേക്ക് ഗതി കണ്ടില്ലേ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത്? അതുപോലെ ഇരിക്കും ഡാമിന് നേർക്ക്. ഡാം ഇരിക്കുന്നത് നമ്മുടെ സ്ഥലത്താണല്ലോ, പാകിസ്ഥാൻ്റെ സ്ഥലത്ത് പോയിട്ടല്ല നമ്മൾ ഡാം പണിയുന്നത്. നമ്മുടെ രാജ്യമാണ്, അതൊരു ആക്രമണമാണ്, യുദ്ധമാണ്. നമ്മൾ അതുപോലെ നേരിടും. ഇതൊന്നും അവന് ചെയ്യാൻ സാധ്യമല്ല.